രാമായണം ആദ്യ കാവ്യകഥയിലേക്ക് ഏവർക്കും സ്വാഗതം. സഗരൻ എന്ന രാജാവ് അശ്വമേധയാഗം നടത്തിയതിനെ കുറിച്ച് ശ്രീരാമ ലക്ഷ്മണന്മാർക്ക് വിശ്വാമിത്ര മഹർഷി കഥ പറഞ്ഞു കൊടുക്കുന്നതാണ് കഴിഞ്ഞ ഭാഗത്ത് കേട്ടത്. തുടർന്ന് കേൾക്കുക. കാണാതായ അശ്വത്തെ യാഗാശ്വത്തെ തിരക്കി സഗരന്റെ 60,000 മക്കളും ഭൂമി കുഴിച്ച് കുളം തോണ്ടി. ദേവന്മാരും അസുരന്മാരും ഗന്ധർവന്മാരും നാഗമുഖ്യരും സംഭ്രാന്തരായി എല്ലാവരും ബ്രഹ്മാവിന്റെ അടുത്ത് ഓടിച്ചെന്ന് സങ്കടം പറഞ്ഞു. ഭഗവാനെ, ദേവദേവ, സഗരന്റെ പുത്രന്മാർ ഭൂമി കുഴിക്കുകയാണ്. ഭൂമിക്കടിയിലിരിക്കുന്ന അനേകം ആത്മാക്കളെ അവൻ വധിച്ചു കഴിഞ്ഞു. ആരെ കണ്ടാലും ഇവനാണ് നമ്മുടെ യാഗത്തിന് വിഘ്നം വരുത്തിയവൻ, ഇവനാണ് കുതിരയെ കെട്ടത് എന്നിങ്ങനെ ആർത്തട്ടഹസിച്ച് അവരെയെല്ലാം കൊല്ലുകയാണ്. ദുഃഖിതരായ ദേവന്മാരോട് ബ്രഹ്മാവ് പറഞ്ഞു, ധീമാനായ വാസുദേവനെയാണ് ഈ ലോകം മുഴുവൻ പരിപാലിക്കുന്നത്. ദേവന്റെ പത്നിയാണ് ഭൂമി. ഏതൊന്നിനും പ്രഭുവായിരിക്കുന്നതും മറ്റാരുമല്ല. കപില രൂപധാരിയായിട്ടാണ് വസുധയെ സദാ ധരിച്ചുകൊണ്ടിരിക്കുന്നതും. ഭഗവാൻ ജനാർദ്ദനന്റെ കോപാഗ്നിയിൽ ശലഭങ്ങളായി തീരും സഗരപുത്രന്മാർ. ഭൂമിയെ പിളർക്കലും സഗരപുത്രന്മാരുടെ അല്പായുസ്സും നേരത്തെ കണ്ടിട്ടുള്ളതാണ്. പിതാമഹന്റെ വാക്കുകൾ കേട്ട് സമാധാനത്തോടെ 33 കോടി ദേവന്മാരും അത്യധികം സന്തോഷത്തോടെ സ്വർഗത്തിലേക്ക് പോയി. മഹാശക്തന്മാരായ സഗരപുത്രന്മാർ ഭൂമിയെ കീറിമുറിക്കുമ്പോൾ ഇടിനാദം പോലുള്ള ശബ്ദങ്ങൾ ഉയർന്നിരുന്നു. ഇങ്ങനെ ഭൂമിയെല്ലാം കുഴിച്ചു മറിച്ച് സഗരപുത്രന്മാർ നിരാശയോടെ അച്ഛന്റെ അടുത്തു വന്നു. ഞങ്ങൾ ഭൂമിയാകെ നോക്കി. കരുത്തന്മാരായ ദേവാസുര പിശാചുക്കളെയും ഉരക കിന്നരന്മാരെയും അരക്കന്മാരെയും കണ്ടവരെയെല്ലാം മുടിച്ചു. എന്നാൽ കുതിരയെയോ കള്ളനെയോ കണ്ടില്ല. എന്താണിനി ഞങ്ങൾ ചെയ്യേണ്ടത്? അങ്ങ് ആജ്ഞാപിച്ചാലും. പുത്രന്മാരുടെ വാക്കുകൾ കേട്ട സഗരൻ കോപിഷ്ഠനായി. ചുവന്ന കണ്ണുകളോടെ സഗരൻ പറഞ്ഞു, വീണ്ടും ഭൂമി കുഴിച്ചു നോക്കുവിൻ. അശ്വത്തെ കട്ടവനെ കണ്ടുപിടിച്ച് കൊണ്ടുവരുവിൻ. അച്ഛന്റെ വാക്കുകൾ കേട്ട സഗരപുത്രന്മാർ പാതാള ലോകത്തെത്തി അവിടമാകെ കുഴിക്കുവാൻ തുടങ്ങി. അങ്ങനെ അവർ കുഴിച്ചെത്തിയപ്പോൾ വിരൂപാക്ഷൻ എന്നു പേരായ ദിഗ്ഗജം ഭൂമിയെ താങ്ങി നിർത്തിയിരിക്കുന്നതായി കണ്ടു. രാമ, വൻകാടുകളും മാമലകളുമുള്ള ഭൂമിയെ വിരൂപാക്ഷൻ എന്ന മഹാഗജം ശിരസ്സുകൊണ്ട് താങ്ങി നിൽക്കുന്നു. ഒരേ നിലയിൽ അനേകകാലം താങ്ങുമ്പോൾ അല്പമൊരു വിശ്രമത്തിനായി തലയുടെ ഭാഗം മാറ്റുക പതിവാണ്. അപ്പോൾ ഉണ്ടാകുന്ന അനക്കമാണ് ഭൂകമ്പമായി നമുക്ക് അനുഭവപ്പെടുന്നത്. ദിക്പാലകനായ ആ മഹാഗജത്തെ പ്രദക്ഷിണം വെച്ച് വണങ്ങി സഗരപുത്രന്മാർ തെക്കേ ദിക്ക് വീണ്ടും കുഴിച്ച് പാതാളത്തിലേക്ക് പോയി. അവിടെയും ഒരാനയെ കണ്ട് അവർ അത്ഭുതപ്പെട്ടു. മാമലയ്ക്കൊത്ത ദേഹത്തോടു കൂടിയ ആ ദിഗ്ഗജത്തിന്റെ പേര് മഹാപത്മം എന്നാണ്. തലകൊണ്ട് ഭൂമിയെ താങ്ങി നിൽക്കുന്ന ആ വാരണവീരനെ സഗരപുത്രന്മാർ 60,000 പേരും വലത്തുവെച്ച് തുടർന്ന് കുഴിച്ചത് പടിഞ്ഞാറു ഭാഗത്താണ്. ഭൂമിയെ വഹിച്ചുകൊണ്ടു നിൽക്കുന്ന ആ ഗജത്തിന്റെ പേര് സൗമനസ് എന്നാണ്. 4 കൊമ്പുള്ള ആനയെയും പ്രദക്ഷിണം വെച്ച് കുശലപ്രശ്നം ചെയ്ത് അവര് എല്ലാവരും പിന്നീട് വടക്കുഭാഗം പിളർത്തുവാൻ തുടങ്ങി. അവിടെ ഭദ്രൻ എന്നു പേരായ വെള്ളി മാമലയ്ക്കൊത്ത ദിഗ്ഗജത്തെ കണ്ട് തൊട്ടു തലയിൽ വെച്ച് പ്രദക്ഷിണം ചെയ്ത് എല്ലാവരും പുറപ്പെട്ടു. ഭൂമിയെ താങ്ങി നിൽക്കുന്ന ഈ ദിഗ്ഗജങ്ങൾ അവർക്ക് അത്ഭുതമാണ് ഉണ്ടാക്കിയത്.
യാഗാശ്വത്തിനായി തിരയുന്ന അവർ പിന്നെ ഈശാന കോണിലാണ് തുരന്നത്. അമിത ഭീമാവശത്തോടു കൂടിയ ആ മഹാശക്തന്മാർ അവിടെ അമേയനായ ശ്രീ കപില വാസുദേവൻ ഇരിക്കുന്നത് കണ്ട് അനശ്വരനായ ആ ദേവന്റെ സമീപത്തിൽ യാഗാശ്വം മേഞ്ഞുകൊണ്ട് നിൽക്കുന്നു. കുതിരയെ കണ്ട് സന്തോഷിച്ച കുമാരന്മാർ കള്ളനാണ് ഇരിക്കുന്നതെന്ന് വിചാരിച്ച് കോപാകുലരായി തീർന്നു. മാത്രമല്ല, ആയുധങ്ങളെടുത്ത് നിൽക്കവിടെ എന്ന് അട്ടഹസിച്ചുകൊണ്ട് വാസുദേവന് നേരെ അടുത്തു. എടാ ദുഷ്ട ബുദ്ധിയായ മുനിവേഷധാരി, ഞങ്ങളുടെ ആകാശത്തെ കക്കുവാൻ നിനക്ക് തോന്നിയല്ലോ. മഹാരാജാവായ സഗരന്റെ പുത്രന്മാരാണ് ഞങ്ങൾ എന്നിങ്ങനെ പറഞ്ഞ് അഹങ്കാരത്തോടെ പാഞ്ഞെടുക്കുന്ന സഗരപുത്രന്മാരെ കണ്ട് ശ്രീ കപില വാസുദേവന്റെ കടക്കണ്ണുകൾ ചുവന്നു. ഒരൊറ്റ ഹുങ്കാരം മഹാവീര പരാക്രമികളും അത്യുത്സാഹികളുമായ ആ 60,000 സഗരപുത്രന്മാരും കത്തി ചാരമായി മാറി. വെറും വെണ്ണീറു മാത്രം അവശേഷിച്ചു. ദിവസങ്ങൾ പലത് കഴിഞ്ഞിട്ടും മക്കൾ മടങ്ങി വരാത്തതിൽ വിഷമിച്ച സഗരൻ പൗത്രനായ അംശുമാനോട് പറഞ്ഞു, വാത്സല്യനിധിയായ അംശുമാൻ, എല്ലാ വിദ്യകളും പഠിച്ചവനാണ് നീ. അതുല്യ പരാക്രമിയായ നീ ഇളയച്ചന്മാർക്ക് എന്താണ് പറ്റിയതെന്ന് അന്വേഷിച്ചു വരൂ. അശ്വത്തെയും അതിനെ കട്ടവനെയും കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. ഭൂമധ്യത്തിലും ഉള്ളിലും വീരമഹത്വങ്ങളുള്ള അനേകം ജീവിതങ്ങളുണ്ട്. ചിലപ്പോൾ അവയെ നേരിടേണ്ടി വന്നേക്കാം. മൂർച്ചയേറിയ വാളും കുലച്ചുവില്ലും എടുത്ത് തയ്യാറായി പോകുക. വണങ്ങുന്നവരെയും സ്തുതിച്ചു വണങ്ങി എതിരിടുന്നവരെ ദയയില്ലാതെ മർദ്ദിച്ചും സന്തോഷത്തോടെ മടങ്ങി വന്ന് യജ്ഞം അവസാനിപ്പിക്കുക. സ്നേഹത്തോടെ പിതാമഹൻ പറഞ്ഞത് കേട്ട് അദ്ദേഹത്തെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് വില്ലും വാളുമെടുത്ത് അംശുമാൻ പോയി. ഇളയച്ചന്മാർ കുഴിയുണ്ടാക്കിയ ഗുഹകളിലൂടെ കടന്നു ചെന്നു. രഘുരാമ, എല്ലാവരും പൂജിക്കപ്പെടുന്ന ദിഗ്ഗജങ്ങളെ അംശുമാൻ കണ്ടെത്തി. സവിനയം പ്രദക്ഷിണം വെച്ച് തൊഴുത് കുശലാദികൾ സംസാരിച്ച് പിതാക്കന്മാരെയും കുതിരയെയും കള്ളനെ പറ്റിയും ചോദിച്ചു. അംശുമാന്റെ ചോദ്യം കേട്ട് സന്തോഷത്തോടെ ദിഗ്ഗജം പറഞ്ഞു, അസമഞ്ജന്റെ പുത്രനായ കുമാര, കുതിരയെ അതിവേഗത്തിൽ കൊണ്ടുപോയി നീ സന്തോഷവാനാകൂ. ഓരോ ദിഗ്ഗജങ്ങളും അതുപോലെയാണ് പറഞ്ഞത്. മഹാശൂരനായ അംശുമാൻ പിതാക്കന്മാർ പോയ വഴിയെ തന്നെ പോയി ശ്രീ കപിലവാസുദേവന്റെ മുന്നിലെത്തി. പിതാക്കന്മാർ ചാമ്പലായി കിടക്കുന്നത് കുമാരൻ കണ്ടു. അവൻ വാവിട്ടു കരഞ്ഞു. അടുത്തു തന്നെ കുതിര സ്വൈര്യമായി പുല്ലു തിന്നുകയാണ്. ദേഹത്യാഗം ചെയ്ത പിതാക്കന്മാർക്ക് ഉദകദാനം ചെയ്യാൻ ആ രാജകുമാരൻ ചുറ്റും നോക്കി. എങ്ങും വെള്ളം കണ്ടില്ല. സൂക്ഷ്മതയോടെ ചുറ്റും നോക്കിയപ്പോൾ പക്ഷിരാജാവായ ഗരുഡൻ ഇരിക്കുന്നത് കണ്ടു. പിതാക്കന്മാരുടെ അമ്മാവനും വായുവിന്റെ വേഗമുള്ളവനും അതിശക്തനുമായ ഗരുഡൻ അംശുമാനോട് പറഞ്ഞു, ഉണ്ണി, നീ വിഷമിക്കരുത്. ഈ നടന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കേണ്ടതായിരുന്നു. ഏതൊരുവനും ചിന്തിക്കാൻ കൂടി കഴിയാത്ത കപിലവാസുദേവന്റെ കോപാഗ്നിയിൽ ഇവർ ഭസ്മമായി. വിജ്ഞാനിയായ ഉണ്ണി, ഈ പ്രബലന്മാർക്ക് ലൗകിക ജലം ദാനം ചെയ്താൽ പോരാ. പുരുഷ ശ്രേഷ്ഠമായ കുമാര, ഹിമവാന്റെ സീമന്തപുത്രിയായ ഗംഗാദേവിയുടെ പുണ്യജലം തന്നെ വേണം ഇവർക്ക് മോക്ഷം കിട്ടുവാൻ. ഗംഗാജലം ഈ ചാരത്തിൽ നനഞ്ഞാൽ 60,000 പേർക്കും സ്വർഗം ലഭിക്കും. ആകാശത്ത് നിന്നും ഭൂമിയിലേക്ക് ഗംഗയെ കൊണ്ടുവരാൻ ശക്തനാണെങ്കിൽ നീ ശ്രമിക്കൂ. യാഗാശ്വത്തെ കൊണ്ടുപോയിക്കൊള്ളൂ. മുത്തച്ഛന്റെ യജ്ഞത്തെ മുഴുമിപ്പിക്കൂ. ഗരുഡന്റെ വാക്കുകൾ കേട്ട അംശുമാൻ കുതിരയെയും കൊണ്ട് സഗരന്റെ അടുത്തു ചെന്നിട്ട് ഗരുഡൻ പറഞ്ഞതെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു. വിവരങ്ങളറിഞ്ഞ സഗരൻ വിധിയാം വണ്ണം യജ്ഞം അവസാനിപ്പിച്ച് കൊട്ടാരത്തിലേക്ക് പോയി.
സ്വർഗവാസിയായ ഗംഗയെ ഭൂമിയിലെത്തിക്കാൻ യാതൊരു വഴിയും കാണാതെ രാജാവ് ദുഃഖിച്ചു. 30,000 വർഷങ്ങൾ നാടുഭരിച്ച മഹാനായ സഗരൻ സ്വർഗം പോകി. സഗരൻ മരിച്ചു കഴിഞ്ഞപ്പോൾ മന്ത്രിമാർ ഒത്തുകൂടി അംശുമാനെ രാജാവാക്കി അഭിഷേകം ചെയ്തു. പ്രിയ രാമ, അതിമഹാനായൊരു രാജാവെന്ന പേര് അംശുമാന് കിട്ടി. അദ്ദേഹത്തിന്റെ പുത്രനായ ദിലീപിനും അച്ഛനെ പോലെ പേരും പെരുമയും ഉണ്ടായി. യുവാവായ മകനെ രാജ്യഭാരമേൽപ്പിച്ചിട്ട് അംശുമാൻ ഹിമാലയത്തിലെ മനോഹരമായ ഒരു കൊടുമുടിയിൽ കഠിന തപസ്സു ചെയ്ത് 30,000 വർഷം കഴിഞ്ഞ് സ്വർഗം പോകി. മുതുമുത്തച്ഛന്മാരുടെ ദാരുണ അന്ത്യമറിഞ്ഞ ദിലീപൻ ദുഃഖത്തോടെ വിചാരിച്ചു, എങ്ങനെയാണ് ഗംഗാദേവിയെ ഭൂമിയിലേക്ക് കൊണ്ടുവരേണ്ടത്? ഏത് വിധത്തിലാണ് മുത്തച്ഛന്മാർക്ക് ഉദകക്രിയ നടത്തേണ്ടത്? പാതാളത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് അവരെ എങ്ങനെ കയറ്റും? ആത്മജ്ഞാനിയായ ദിലീപൻ അധർമ്മ കർമ്മങ്ങളൊന്നും ചെയ്യാതെ ഈ ചിന്തയോടെ നാളുകൾ തള്ളി നീക്കി. ദിലീപന് ഒരു പുത്രൻ പിറന്നു. ഭഗീരഥൻ എന്ന പേര് സിദ്ധിച്ചവനാണ് ആ കുമാരൻ. അനേകം യാഗങ്ങൾ ചെയ്ത ദിലീപൻ വാർദ്ധക്യ സഹജമായ രോഗത്താൽ മരണപ്പെട്ട് സ്വർഗത്തിൽ പോയി. പിതാമഹന്മാരുടെ പാപമകറ്റി സ്വർഗം കയറ്റുവാനുള്ള മാർഗം കിട്ടാതെയാണ് ദിലീപൻ മകനെ രാജ്യഭാരമേൽപ്പിച്ച് മരണപ്പെട്ടത്. കാലം കുറെ കടന്നിട്ടും ദിലീപപുത്രനായ ഭഗീരഥന് സന്താനങ്ങൾ ഒന്നും ഉണ്ടായില്ല. രാജ്യഭരണം മന്ത്രിമാരെ ഏൽപ്പിച്ചിട്ട് ഗോകർണമെന്ന പുണ്യസ്ഥലത്ത് ചെന്ന് ഗംഗയെ കൊണ്ടുവരണമെന്നാഗ്രഹിച്ച് ഭഗീരഥൻ തപസ് തുടങ്ങി. കഠിനമായ തപസ്സായിരുന്നു. 100 കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞു. ഒടുവിൽ സംപ്രീതനായ ബ്രഹ്മാവ് ഭഗീരഥന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. മഹാനായ ഭഗീരഥ, നിന്റെ തപസ്സിൽ ഞാൻ സംപ്രീതനാണ്. നീ ആഗ്രഹിക്കുന്ന വരം ചോദിച്ചുകൊള്ളൂ. ബ്രഹ്മാവിന്റെ കൽപ്പന കേട്ട ഭഗീരഥൻ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, ദേവദേവ, അവിടുന്ന് എന്നിൽ സന്തുഷ്ടനാണെങ്കിൽ, എന്റെ തപസ് സഫലമായെങ്കിൽ എന്റെ കൈകൾ കൊണ്ട് ഗംഗാനദിയിലെ പുണ്യതീർത്ഥം പ്രപിതാക്കന്മാർക്ക് സമർപ്പിക്കുവാൻ സാധിക്കണം. സകല മഹാരാജ പുത്രന്മാരുടെ ദേഹഭസ്മത്തിൽ ദേവ നദീജലം പതിച്ചാലേ അവർക്ക് ഇന്ദ്രലോക പ്രാപ്തി ഉണ്ടാകൂ. മഹാദേവ, ഇക്ഷ്വാകു വംശത്തിൽ സന്തതിയെയും കൽപ്പിച്ചരുളണേ. ഞങ്ങളുടെ കാലം കുറ്റിയേറ്റ് പോകരുതേ. ഭഗീരഥന്റെ വാക്കുകൾ കേട്ട ബ്രഹ്മദേവൻ പറഞ്ഞു, മഹാനായ ഭഗീരഥ, നിന്റെ മനോരഥം ഏറ്റവും വലിയതാണ്. ഇക്ഷ്വാകു വംശ സംരക്ഷകനായ നിന്റെ അഭീഷ്ടം നടക്കട്ടെ. നിനക്ക് നന്മയുണ്ടാകട്ടെ. ഹിമവാന്റെ സീമന്തപുത്രിയായ ഹൈമവതി ഗംഗയാണിവൾ. ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ അത് താങ്ങാനുള്ള കരുത്ത് മഹേശ്വരനായ രുദ്രന് മാത്രമേയുള്ളൂ. ഗംഗയുടെ പതനത്തെ താങ്ങുവാൻ ഭൂമിക്ക് സാധ്യമല്ല. പരമേശ്വരനെ അല്ലാതെ മറ്റ് ആരെയും അതിന് ഞാൻ കാണുന്നില്ല. ഗംഗാദേവിക്ക് ഭൂമിയിലേക്ക് പോകുവാനുള്ള അനുവാദം കൊടുത്തിട്ട് ബ്രഹ്മാവ് മരുദ്ഗണങ്ങൾ ഒന്നിച്ച് ദേവലോകത്തേക്ക് പോയി. ബ്രഹ്മദേവൻ മറഞ്ഞതിനു ശേഷം ഭഗീരഥൻ പെരുവിരൽ മാത്രം നിലത്തൂന്നിക്കൊണ്ട് ഒരു സംവത്സരം കഠിന തപസ്സിലിരുന്നു. പശുപതിയായ മഹാദേവൻ ഭഗീരഥന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം ഭഗീരഥനോട് പറഞ്ഞു, നരേന്ദ്ര, ഞാൻ ഏറ്റവും സന്തോഷവാനാണ്. അങ്ങയുടെ ആശ ഞാൻ നിറവേറ്റാം. ആർക്കും തടുക്കുവാൻ സാധിക്കാത്തത്ര വേഗത്തിൽ ശിവമായ പരമശിവ ശിരസിൽ പതിക്കുവാൻ ഗംഗ തയ്യാറായി. എന്റെ പ്രവാഹ ശക്തിയിൽ മഹാദേവനെ രസാതലത്തിൽ എത്തിക്കാം എന്നിങ്ങനെയുള്ള അഹങ്കാരം കലർന്ന ചിന്തയാണ് ഗംഗാദേവിക്ക് അപ്പോഴുണ്ടായത്. ഈ മനോഗതം മനസ്സിലാക്കിയ ശിവൻ അല്പം ദേഷ്യത്തോടെ ഗംഗയെ തന്നെ മറച്ചു കളയുവാൻ തയ്യാറായി നിന്നു. ഗുഹാസദൃശ്യമായ തിരുജടകൾ അനേകം വിടർത്തി ഹിമാലയ തുല്യമായ ശരീരത്തോടെ ശിവൻ അങ്ങനെ നിന്നു.
പുണ്യസ്വരൂപിണിയായ ഗംഗാദേവി ശിവന്റെ മൂർധാവിലേക്ക് സ്വന്തം ശക്തി മുഴുവൻ വ്യക്തമാക്കിക്കൊണ്ട് പതിച്ചു. പക്ഷേ വലിയ ഗഹ്വരം പോലെ വളർന്നതും ഹിമാലയം പോലെ വളർന്നു നിൽക്കുന്നതുമായ ശിവന്റെ തിരുജടയിൽ നിന്ന് ഭൂമിയിലേക്ക് ഒഴുകുവാനുള്ള വഴി കാണാതെ പരിഭ്രാന്ത ചിത്തയായി ചുറ്റിത്തിരിയുകയാണ് ഉണ്ടായത്. മുക്കണ്ണന്റെ ശിരസിൽ പതിച്ച ഗംഗയുടെ കണിക പോലും കാണാത്ത ഭഗീരഥൻ വിഷമിച്ചു. ഗംഗ പുറത്തേക്ക് വരാതെ ഭൂമിയിലൂടെ ഒഴുകാൻ സാധിക്കുകയില്ലല്ലോ. എന്നാൽ മനസ്സു മടുക്കാതെ ഭഗീരഥൻ വീണ്ടും തപസ് തുടങ്ങി. അതിൽ കരുണ തോന്നിയ ശിവൻ ബിന്ദു സരസിലേക്ക് ഗംഗാനദിയെ ഒഴുക്കിവിട്ടു. ആ സരോവരത്തിൽ നിന്ന് ഗംഗ 7 കൈവഴികളായി ഒഴുകി തുടങ്ങി. ഹ്ലാദിനി, പാവനി, നളിനി എന്ന 3 ഗംഗാപ്രവാഹങ്ങൾ കിഴക്കോട്ടും സുചക്ഷുസ്, സീത, സിന്ധു എന്നു പേരുള്ള ഗംഗ പടിഞ്ഞാറോട്ടും പോയി. 7ാമത്തേത് ഭഗീരഥന്റെ പിന്നാലെ പോയി. ദിവ്യരഥത്തിൽ കയറിയ ഭഗീരഥൻ മുമ്പിലും ഗംഗ പിന്നിലുമായി ശക്തിയോടെ ഒഴുകിത്തുടങ്ങി. ഇരു കരകളെയും അടിച്ചു തകർത്തുകൊണ്ടാണ് ഗംഗ ഒഴുകുന്നത്. നാനാതരത്തിൽപ്പെട്ട ജലജീവികൾ ആ ജലത്തിൽ കാണപ്പെട്ടു. സർവദേവന്മാരും ആ പ്രവാഹം കാണാൻ വാനിൽ നിരന്നു നിന്നു. നീരാനകൾ, ഉരകങ്ങൾ, സ്വർണവർണ്ണ മത്സ്യങ്ങൾ എന്നിവ പാവന പ്രവാഹത്തിൽ വിഹരിക്കുകയും തുള്ളിച്ചാടുകയും ചെയ്യുമ്പോൾ ആകാശമണ്ഡലം ഇടിമിന്നലുകളാൽ എന്ന പോലെ പ്രകാശപൂരിതമായി തീർന്നു. ശരത്കാല മേഘങ്ങളിൽ സ്വച്ഛന്തം വിഹരിക്കുന്ന അരയന്നങ്ങൾ പോലെ കളങ്കരഹിതമായ ആകാശത്തിൽ വെണ്ണുര കൂട്ടങ്ങൾ ചിന്നിച്ചിതറി. ചില സ്ഥലത്ത് അതിശക്തിയിലും ചിലയിടത്ത് അഗാധമായി വളഞ്ഞും മറ്റു ചില സ്ഥലങ്ങളിൽ ഉയർന്നും താഴ്ന്നും വേറൊരിടത്ത് പതുക്കെ പതുക്കെ അലകൾ തമ്മിൽ കൂട്ടിയിടിച്ച് പൊന്തി പെട്ടെന്ന് താഴോട്ടും വീഴുകയാണ് ഗംഗയുടെ സഞ്ചാര രീതി. ശിവശിരസിൽ നിന്ന് ഭൂമിയിലേക്ക് ഒഴുകിയ ഗംഗാനദിയിൽ പാപത്തെ കഴുകുന്ന പരിശുദ്ധ പുണ്യജലം നിറഞ്ഞു കവിഞ്ഞു. സർവ പാപഹരയാണെന്ന വിശ്വാസത്താൽ സർവ ആളുകളും ഗംഗാജലം ഉപയോഗിക്കാൻ തുടങ്ങി. സ്വർഗത്തു നിന്നും ശാപമേറ്റ് ഭൂമിയിൽ പതിച്ചവർ ദിവ്യ തീർത്ഥത്തിൽ കുളിച്ചപ്പോൾ പാപമകന്ന് വീണ്ടും സ്വർഗത്തേക്ക് പോയി. ആളുകൾ സന്തോഷം കൊണ്ട് മതിമറന്നു. അങ്ങനെ ഭഗീരഥന്റെ തേര് പോകുന്ന വഴിയിലൂടെ ഗംഗ ഒഴുകിക്കൊണ്ടിരുന്നു. അത്യത്ഭുത കർമ്മസിദ്ധിയാർന്ന യജമാനനും മഹാത്മാവുമായ ജഹ്നുമുനിയുടെ ആശ്രമത്തെ മുഴുവൻ ഗംഗാപ്രവാഹം ആക്രമിച്ചു മുക്കി. വെള്ളത്തിന്റെ തള്ളൽ കണ്ട ജഹ്നുമുനിക്ക് കോപമുണ്ടായി. ഒരു തുള്ളി പോലും ബാക്കി വയ്ക്കാതെ മുനി അത് മുഴുവൻ കുടിച്ചു തീർത്തു. ദേവർഷി ഗന്ധർവന്മാർ കൂടി അതിവിസ്മയത്തോടെ മാമുനീന്ദ്രനെ വാഴ്ത്തി തുടങ്ങി. പുരുഷശ്രേഷ്ഠനായ ജഹ്നുമാമുനിയുടെ പുത്രിയായി ഗംഗയെ സങ്കൽപ്പിച്ചു. യതീന്ദ്രൻ സന്തുഷ്ടനായി ചെവിയിൽ കൂടി ഗംഗയെ പുറത്തേക്ക് വിട്ടു. അന്നു മുതൽ ജഹ്നുപുത്രി എന്ന അർത്ഥത്തിലുള്ള ജാഹ്നവി എന്ന പേര് ഗംഗയ്ക്കുണ്ടായി. സഗരപുത്രന്മാർ കുഴിച്ച മാർഗത്തിൽ എല്ലാം ജലം നിറഞ്ഞു. ഭഗീരഥനെ പിന്തുടർന്ന് ഗംഗ പാതാളത്തിലെത്തി. മുത്തച്ഛന്മാർ ചാരമായി കിടക്കുന്നത് കണ്ട ഭഗീരഥൻ ദുഃഖിതനായെങ്കിലും ദേവനദി അതിനെ മുഴുവൻ നനച്ചതിനാൽ പാപമോചനം വന്ന് എല്ലാവരും സ്വർഗം പോകി. സഗരപുത്ര നിർമ്മിതമായ മാർഗത്തിൽ കൂടി രാജർഷിയെ അനുഗമിച്ച ഗംഗ പാതാളത്തിൽ സഗരപുത്രന്മാർ ഭസ്മമായി കിടക്കുന്ന പ്രദേശത്തിൽ എത്തിയപ്പോൾ ബ്രഹ്മാവ് ഭഗീരഥനോട് പറഞ്ഞു, ഉണ്ണി, നിന്റെ ശ്രമത്താൽ സഗരപുത്രന്മാർ 60,000 പേരും ദേവതുല്യരായി സ്വർഗത്തിലെത്തിക്കഴിഞ്ഞു. ഈ ലോകത്തിൽ സാഗരജലമുള്ള കാലം വരെ സഗരപുത്രന്മാർ ദേവന്മാരെ പോലെ തന്നെ സ്വർഗത്തിൽ വാഴും. ജഗദംബികയായ ദേവി ഗംഗ
ഉണ്ണിയുടെ സീമന്തപുത്രിയായി ജനിക്കും. ഭഗീരഥി എന്ന അനശ്വരമായ പേര് ഗംഗയ്ക്ക് ഉണ്ടാകും. സ്വർഗം, ഭൂമി, പാതാളം എന്നീ 3 ലോകങ്ങളിൽ സഞ്ചരിച്ച ജാഹ്നവിക്ക് ത്രിപഥക എന്ന പേരും പ്രസിദ്ധമാകും. പിതാമഹന്മാർക്ക് ഗംഗോദക ദാനം ചെയ്ത് പ്രതിജ്ഞ അവസാനിപ്പിക്കുക. നിന്റെ പൂർവികന്മാർ പേരുകേട്ടവരാണ്. ധർമ്മിഷ്ഠന്മാരിൽ ശ്രേഷ്ഠനായ അംശുമാൻ ആയുഷ്കാലം മുഴുവനും ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടും നടന്നില്ല. നിന്റെ അച്ഛൻ ദിലീപൻ അതുല്യമായ ഓജസ്സുള്ളവനായിരുന്നു. പക്ഷേ ഗംഗാദേവിയെ ഭൂമിയിലെത്തിക്കാൻ അവനും കഴിഞ്ഞില്ല. മനുഷ്യന്മാരിൽ വെച്ച് ശ്രേഷ്ഠമായ മഹാരത്നമാണ് ഉണ്ണി നീ. നീ അസാധാരണമായ പ്രതിജ്ഞ തരണം ചെയ്തു. ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത് നിനക്കു മാത്രമാണ്. എല്ലാ ശ്രേഷ്ഠതയും നിനക്ക് വന്നു കഴിഞ്ഞു. പുണ്യമായ ഗംഗയിൽ കുളിച്ചിട്ട് പ്രപിതാമഹന്മാർക്ക് ഉദകക്രിയ നടത്തൂ. നിനക്ക് മംഗളം ഭവിക്കട്ടെ. പിതൃകർമ്മ ന്യായമായ വിധം നിർവഹിച്ച് അരമനയിലേക്ക് പോയാലും. ഇത്രയും പറഞ്ഞ ശേഷം ബ്രഹ്മാവ് അവിടെ നിന്നും മറഞ്ഞു. രഘുരാമ, ഇങ്ങനെ ഭഗീരഥൻ പിതൃക്കൾക്ക് ഉദകക്രിയ നടത്തി ഗംഗയിൽ സ്നാനം ചെയ്ത് സർവ പാപങ്ങളും അകന്ന് ഭഗീരഥൻ അയോധ്യ നഗരിയിലേക്ക് പോയി. ഉണ്ണി രാമ, ഈ ഗംഗാചരിത്രം ഞാൻ വിസ്തരിച്ചു പറഞ്ഞു കഴിഞ്ഞു. സന്ധ്യയായി, സന്ധ്യാനേരം സമാഗതമായി. ഉണ്ണി, ശ്രദ്ധയോടുകൂടി ഗംഗാവതരണത്തെ പാരായണം ചെയ്യുന്നവരിൽ പിതൃക്കൾ സന്തുഷ്ടരായി അനുഗ്രഹങ്ങൾ വർഷിക്കും. രാമ, മനസ്സുരുത്തി ഈ ചരിത്രം കേൾക്കുന്നവന് ആഗ്രഹങ്ങളെ എല്ലാം സാധിക്കും. പാപങ്ങളൊക്കെ ഇല്ലാതാവും. ആയുസ്സും യശസ്സും അടിക്കടി വർദ്ധിക്കും, സംശയമില്ല.